വലിയ പരാജയ ഭീതി ഇന്ന് രാത്രിയിൽ നിന്നെ ഭീതിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, നീ ഒരു വലിയ വിജയത്തിലേക്ക് ദൈവം നിന്നെ നയിക്കുവാനും നടത്തുവാനും പോകുകയാണ്. ആമേൻ. ഇവിടെ പറയുകയാണ്, മതി യഹോവേ, മതി എന്ന് പറഞ്ഞാൽ ഏലിയാവേ, നിന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുന്നതിനല്ല ഞാൻ നിന്നെ വിളിച്ച് ഇറക്കിയത്. നിന്റെ ജീവിതം ഈ ചൂരച്ചെടിയുടെ തണലിൽ തീരുന്നതിനല്ല ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചത്. നീ ഇപ്പോൾ കോമായി കിടക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. നിനക്ക് ഇനിയും ദൂരയാത്ര ചെയ്യുവാനുണ്ട്. വാത്സല്യ സഹോദര സഹോദരി, ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ നീറിപ്പുകയുന്ന വേദനകളോട് ഇന്ന് രാത്രിയിൽ നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നിന്നോട് വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്. നീ ഒരു കോമായി കിടക്കുന്ന വ്യക്തിയാണ്. നിനക്കൊരു ദൂരയാത്ര ദൈവം തരുവാൻ പോകുകയാണ്. കർമ്മേലിൽ വിജയിച്ചതുപോലെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ, ശുശ്രൂഷയുടെ സാഹചര്യങ്ങളിൽ, കുടുംബ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ദൈവം നിനക്കൊരു ആ വിജയത്തിന്റെ കാര്യങ്ങൾ നൽകുവാൻ തക്കവണ്ണം പോകുകയാണ്. അതിനുവേണ്ടി നീ തയ്യാറായിക്കൊള്ളണം. ഇവിടെ പറയുകയാണ്, നിനക്കൊരു ദൂരയാത്ര ചെയ്യാനുള്ളത്. പക്ഷെ ഇവിടെ ഏലിയാവിന് പറ്റിയത് എന്താണെന്ന് അറിയാമോ? ഏലിയാവ് ദൂതൻ വന്ന് തട്ടി ഉണർത്തി ഇവനെ ഒരു അപ്പവും കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്തു. പുള്ളി അത് തിന്ന് കുടിച്ച് എന്ത് ചെയ്തെന്നാ സുഖമായിട്ട് പിന്നെ കിടന്ന് എന്ത് ചെയ്തു? ഉറങ്ങി. നമ്മൾ വിചാരിച്ചേക്കുന്ന അങ്ങനെ ഒരു നല്ല ജോലി തന്നത് എന്തിനാ? ഉറങ്ങാൻ. നല്ല പണം തന്നത് എന്തിനാ? ചാപ്പാട് കഴിക്കാൻ. പിന്നെ കിടന്ന് ഉറങ്ങുക, തിന്നുക, കുടിക്കുക, ഉറങ്ങുക. സൂക്കം പരിപാടിയല്ലയോ? 2 പ്രാവശ്യം തട്ടിയിട്ട് ഏലിയാവിന് മനസ്സിലായില്ല ഇവരെ എഴുന്നേൽപ്പിച്ചു വിടാനാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവം നിനക്ക് തരുന്ന ഭൗതിക നന്മകളും ഭൗതിക അനുഗ്രഹങ്ങളും തിന്നുകുടിച്ച് ഉറങ്ങുവാനും ദൈവത്തിന് സ്തോത്രം, ദൈവത്തിനെതിരെ സംസാരിക്കുവാനും അല്ല, മറിച്ച് ദൈവത്തിന് സ്തോത്രം അത് തിന്നുകുടിച്ച് അത് എഴുന്നേറ്റ് പോകുവാൻ വേണ്ടിയാണ്. എഴുന്നേറ്റ് പോകുവാൻ വേണ്ടിയാണ് അവൻ എഴുന്നേറ്റ് യാത്ര ചെയ്തു. അവനൊരു പ്രാർത്ഥനയെ കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, അവൻ പ്രാർത്ഥിച്ച 2 പ്രാർത്ഥനകളാണ്. ആ ദൈവത്തിന്റെ യഥാർത്ഥമായ ദൈവത്തിന്റെ പ്രവാചകനും അന്ധകാരത്തിന്റെ ശക്തിയുടെ പ്രവാചകന്മാരും തമ്മിൽ ഏറ്റുമുട്ടുവാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പലക്കാലം ഈ അന്ധകാരത്തിന്റെ ശക്തി, ദൈവസഭയിൽ അന്ധകാരത്തിന്റെ ശക്തിയുടെ പ്രവർത്തനങ്ങളുണ്ട്. അതേസമയം തന്നെ ദൈവത്തിന്റെ ശക്തിയേറിയ പ്രവർത്തനങ്ങൾ ദൈവസഭയിൽ നടത്തുവാൻ ദൈവവും ശക്തനാണ്. എന്നാൽ ഈ അന്ധകാരത്തിന്റെ ശക്തിയുടെ പ്രവാചകന്മാർ വന്നിട്ട് അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ക്രമീകരണമില്ല. ഏലിയാവ് വന്നപ്പോൾ അവൻ ക്രമീകരിച്ച് അവൻ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഏറ്റവും കുറഞ്ഞത് 2 ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഒന്ന്, ദൈവത്തോടൊരു നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണം. 2, മനുഷ്യരോട് നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണം. ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസാക്ഷി ഇല്ലാത്ത പ്രാർത്ഥനകൾ ദൈവം കേൾക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ വ്യക്തമായി പറയാം, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നിനക്കൊരു സൗഖ്യം ആവശ്യമുണ്ട്. ഉണർവിന് വേണ്ടി നീ യാചിക്കുന്നതിന് മുൻപ് നിനക്ക് ദൈവത്തോടൊരു നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണം. നിനക്ക് മനുഷ്യരോടൊരു നല്ല സാക്ഷി ഉണ്ടായിരിക്കണം. പൗലോസ് പറയുന്നത്, ഞാൻ ഇന്നയോളം മനുഷ്യരുടെയും ദൈവത്തിന്റെയും മുൻപാകെ നല്ല മനസാക്ഷിയോടെ നടന്നിരിക്കുന്നു. ആ ഉറപ്പ് നിനക്കുണ്ടായിരിക്കണം, ആ ധൈര്യം നിനക്കുണ്ടായിരിക്കണം. എന്നിട്ട് മാത്രമേ നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധി മുഴങ്ങാൻ നടക്കാവൂ. ദൈവത്തിന് സ്തോത്രം. അവർ ക്രമീകരിച്ചു, അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവൻ ചെന്ന് നോക്കിയപ്പോൾ കാര്യങ്ങൾ തകിടം പറഞ്ഞു. പ്രിയരെ, പ്രാർത്ഥന അതര ചർവണമല്ല, പ്രാർത്ഥന ഒരു ചടങ്ങല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം കാണിക്കുന്ന കുറെ സാഹിത്യ വാക്കുകളല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയത്തിനകത്തു നിന്നും പുറത്തേക്ക് കത്തി കാടി വരുന്ന നൊമ്പരത്തിന്റെ ആ നൊമ്പരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആത്മാർത്ഥമായ പ്രാർത്ഥനയെ മറികടക്കുവാൻ ദൈവത്തിന് ഒരിക്കലും കഴിയത്തില്ല. നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരം കണ്ടിട്ട് ദൈവത്തിന് പോകുവാൻ കഴിയത്തില്ല. നിന്റെ കണ്ണുനീര് കണ്ടിട്ട് ദൈവത്തിന് മറികടന്ന് പോകാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി വ്യക്തമായി ഞാൻ വിളിച്ചു പറയുന്നു, ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയെ ദൈവം മറുപടി നൽകുന്ന ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. അവൻ പറയുകയാണ്, അവൻ അവിടെ എഴുന്നേറ്റിട്ട് പറയുകയാണ്, സ്തോത്രം. അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവൻ പോവുകയാണ്. പോയി ദൈവത്തിന് സ്തോത്രം. അവനോട് തട്ടി എഴുന്നേൽപ്പിച്ചു. മരിക്കാൻ കിടന്നവനെ ഇപ്പോൾ ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിച്ചു നടത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവനെ ദൈവം സംരക്ഷിച്ച് അവനെ ജീവൻ പോകുവാൻ അവൻ അനുവദിച്ചില്ല. അവനെ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം തമ്പുരാൻ അവനെ അനുവദിച്ചിരുന്നില്ല. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, നമുക്ക് വേണ്ടത് ഏലിയാവ് അനുഭവിച്ചതുപോലെ
പോലെയുള്ള ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകർത്താൻ ഇന്ന് രാത്രി നമ്മൾ അനുഭവിക്കണം. ഇന്ന് രാത്രി ദൈവസഭകൾ അനുഭവിക്കേണ്ടത് ഏലിയാവിനെ പോലെയുള്ള ഒരു ദൈവ സാന്നിധ്യം ദൈവസഭകൾ അനുഭവിക്കണം. ഏലിയാവിനെ പോലെയുള്ള ഒരു ദൈവ സാന്നിധ്യം വ്യക്തികളും കുടുംബങ്ങളും അനുഭവിച്ച നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും മാറിപ്പോകുന്ന രാത്രിയായി തീരും. ഏലിയാവ് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് അത്രയും ആയപ്പോഴേക്കും ഇസബേൽ അങ്ങ് ഇളകിയ. ഞാൻ വിചാരിച്ചു ആഹാബെന്താ ഇത്ര കുഴപ്പം ഉണ്ടാക്കാൻ. ഇസബേല പ്രശ്നം ഉണ്ടാക്കുന്നത് പറഞ്ഞു, നാളെ ഈ നേരത്ത് നിന്റെ രക്തം എന്റെ ദേവന്മാർ എന്റെ കൈ തരും നിന്റെ ജീവനെ. ഇസബേലിന് എന്തായി പ്രശ്നം? ഇവളിൽ അകത്തൂടെ പിശാചി കയറിയത്. ചിലപ്പം പിശാചിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് കാണാം. കണ്ണു തുറന്ന് ചിലരുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി. നിങ്ങളുടെ ഓഫീസിൽ പിശാചിനെ കണ്ടിട്ടില്ലേ? നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് പിശാചിനെ കണ്ടിട്ടില്ലേ? അല്ലാതെ പിശാച് 4 കാലും വാലും ചുരുട്ടി വരുന്ന ഒരു വ്യക്തിയല്ല. പിശാച് വ്യക്തികളിലൂടെ പിശാച് പ്രവർത്തിക്കും. വാക്കുകളിലൂടെ പിശാച് പ്രവർത്തിക്കും. നിങ്ങളോട് ചില വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ തളർന്നിരിക്കുകയല്ലേ ഇന്ന് രാത്രിയില്? അല്ലേ? നിങ്ങളോട് ചില കാര്യങ്ങൾ ചിലർ പറഞ്ഞ് നിങ്ങൾ ആകപ്പാടെ ക്ഷീണിച്ചിരിക്കുകയല്ലേ ഇന്ന് രാത്രിയില്? പിശാച് വാക്കുകളിലൂടെ പ്രവർത്തിക്കും. പിശാച് വ്യക്തികളിലൂടെ പ്രവർത്തിക്കും. പിശാച് പരുഷമായി പിശാച് പ്രവർത്തിച്ചാൽ രക്തം ഇല്ലാതെ ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകും. അനങ്ങാനൊക്കത്തില്ല. ഇവിടെ പറയുക നാളെ ഈ നേരത്തിലാണ്. ചില ആളുകളുടെ വാക്ക് 3 ഇഞ്ച് നീളമുള്ള ഈ സാധനം കൊണ്ട് 6 അടി നീളമുള്ള മനുഷ്യനെ ഈസി ആയിട്ട് കൊല്ലാമല്ലോ. അപ്പൊ ഒരിക്കൽ ഒരാൾ പറഞ്ഞത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാക്ക് സാധനം വാക്ക് അതൊന്നും കേൾക്കല്ലേ. അപ്പൊ അത് ഒന്നുമില്ല. അപ്പൊ അതും കൂടി അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതാണ് പറഞ്ഞത്. ഇനിമേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? വാക്കുകൾ കൊണ്ട് നമ്മൾ നാക്ക് കൊണ്ട് ഞങ്ങൾ ജയിക്കും. ഞങ്ങളുടെ വാക്ക് കൊണ്ട് ഞങ്ങൾ ജയിക്കും. 1 പറഞ്ഞാൽ 9 പറയും. അതാ ഞാൻ സ്മാർട്ട് എന്നാ ഞാൻ പണ്ട് വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായല്ല. 1 പറയുമ്പോൾ മിണ്ടാതിരിക്കുന്ന ആളാ സ്മാർട്ട്. 1 പറയുമ്പോൾ 9 പറയുന്ന ആളല്ല സ്മാർട്ട്. 1 പറയുമ്പോൾ മിണ്ടാതിരിക്കുന്ന ആളാ സ്മാർട്ട്. കാരണം കർത്താവിന്റെ റിപ്ലൈ സൈലന്റ് റിപ്ലൈ. നീ യഹൂദന്മാരുടെ രാജാവോ? വേണമെങ്കിൽ ഒരു പ്രസംഗം നടത്താം. അവൻ മിണ്ടിയില്ല, കൈകെട്ടി നിന്നത് മാത്രമേ ഉള്ളൂ. അവന്റെ ആ വാക്കായിരുന്നു, ആ ആൻസർ ആയിരുന്നു ഏറ്റവും ശക്തമായ മറുപടി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് എന്താണെന്ന് അറിയാമോ? അടുത്ത വാക്യം നമ്മൾ അങ്ങ് വായിക്കുമ്പോൾ സംഗതിയെല്ലാം തകിടം പറയും. സ്തോത്രം, സ്തോത്രം. പിശാചിനെ നമുക്കൊക്കെ പേടിയാണ്. നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെ. മിണ്ടരുത്, കാരണം പിശാച് പ്രവർത്തിക്കുക. അതുകൊണ്ട് നിനക്ക് ജോലി കിട്ടുന്നില്ലയോ? അത് പിശാചിന്റെ ഒരു പ്രവർത്തനമാണ്. ഇല്ല കിട്ടുന്നില്ല പക്ഷേ അതിനെന്ത് ചെയ്യണം? ഒരു 7 ദിവസത്തെയോ. കാരണം എന്നെ വിളിച്ചാൽ മതി. എന്നെ അല്ല തെറ്റിദ്ധരിക്കരുത്, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും വരുന്നത്. പിന്നെ പക്ഷേ ഇവിടെ പല പ്രശ്നങ്ങളുണ്ടല്ലോ. സഭയിൽ ഒരു അന്ധകാരം കാണും. അതിന്റെ കാര്യം ലൈറ്റ് പോയതാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് സഭയിൽ ഒരു അന്ധകാരം കാണും. ലൈറ്റ് പോയോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ മനുഷ്യനെ വിരട്ടി, ഇങ്ങനെ മനുഷ്യനെ ഒരു വല്ലാതാക്കി